ഗെയ്സ് അപ്പോ 2026 വേൾഡ് കപ്പ് അങ്ങനെ അവസാനിച്ചു. അവസാനിച്ചിരിക്കുകയാണ്. 2030 വേൾഡ് കപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. പല സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത് അല്ലേ? 2030 വേൾഡ് മൊറോക്കോ, കപ്പ് സ്പെയിൻ, പോർച്ചുഗൽ, കുറെ സെഞ്ചുറിയായിട്ട് അർജന്റീന ഒക്കെ ഉണ്ട്. കുറെ ന്യൂസ് വരും, പല സ്ഥലങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പൊ 34 സൗദി അറേബ്യയിൽ. ഓക്കെ, അപ്പൊ ഇന്നലത്തെ കളിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരെയും വിഷമിപ്പിക്കാനോ കരയിപ്പിക്കാനോ ഒന്നല്ല. എൻ്റെ ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പ്, എൻ്റെ ഓർമ്മയിലുള്ള വേൾഡ് കപ്പ് 98 വേൾഡ് കപ്പാണ്. ഫ്രാൻസ് കപ്പ് എടുക്കുന്ന വേൾഡ് കപ്പാണ്. അങ്ങനെ ഫ്രാൻസ് ആണ് കപ്പ് എടുക്കുന്നത്. സിദ്ധാൻ യെസ്, ഓക്കേടാ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ കണ്ട വേൾഡ് കപ്പുകൾ എണ്ണം നോക്കുമ്പോൾ 98 മുതൽ ഇത് 2026 വരെയുള്ള വേൾഡ് കപ്പിൽ കണ്ട ഏറ്റവും മോശം വേൾഡ് കപ്പ് മാച്ച് ആയിരുന്നു ഇന്നലെ കണ്ടത്. കാരണം ഒരു ടീമിന്റെ ആധിപത്യം. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ വേൾഡ് കപ്പാണ് നിങ്ങൾ ഒരുമിച്ച് കണ്ടത്. കഴിഞ്ഞ കൊല്ലത്തെ വേൾഡ് കപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വർഷത്തെ രണ്ടാമത്തെ വേൾഡ് കപ്പ് അവന്റെ. അപ്പൊ എത്ര മോശം അർജന്റീനയെ പോലെ ഒരു ടീമിന്റെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കളിയാണ് ഇന്നലെ കിട്ടിയത്. ഗോൾ പൊസിഷനും കാര്യങ്ങളെല്ലാം നോക്കി അതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഭയങ്കര മോശം പ്ലേ ആയിരുന്നു. അത്രയും മോശമായിട്ട് നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ ട്രോളാറുണ്ട് അർജന്റീന അവസാനം 80 മിനിറ്റ് ഞാൻ തിരിച്ചു വരും. അവരും പറയാറുണ്ട് നിങ്ങൾക്ക് അവസാനം മറ്റേ ഹാഫ് ടൈം വരെ നമ്മൾ ഇന്റർവെല്ലിന് ശേഷം വേറെ കളി കളിക്കാന്ന് പറയും. ലാസ്റ്റ് 160 ടോർച്ച് അടിച്ചപ്പോ വിചാരിച്ചു അർജന്റീനയിൽ മെസ്സി നല്ല അവസാനത്തെ 5 മിനിറ്റ് ആണ് ബോൾ. ആകെ 2 അടിയാണ് പോസ്റ്റിക്ക് പോയിട്ട്. രണ്ടുപേരും നല്ല ഇതായിരുന്നു. എക്സ്ട്രാ ടൈം സെക്കൻഡ് ഹാഫ് വരെ എത്തിച്ചോര്. അർജന്റീനയുടെ കളി ഇല്ല. അർജന്റീനക്ക് ഒന്നും പറ്റിയിട്ടില്ല. കണ്ടംകളി കളിച്ചുള്ളു. നമ്മളൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഭാഗ്യത്തിന് കയറി വന്നൊരു ടീമാണ്. കാരണം ഫസ്റ്റ് ആരും ഭാഗ്യത്തിനല്ല കളിച്ചിട്ടുണ്ട്. പക്ഷെ അർജന്റീനയെ പോലെ ഒരു ടീമിന്റെ അടുത്ത് സിമ്പിളായിട്ട് അർജന്റീനക്ക് അടിച്ച് ഇടാൻ പറ്റിയ ടീമിന്റെ അടുത്താണ് അവർ കളിച്ചു വന്നത്. അതിൽ ഇംഗ്ലണ്ട് ആയിട്ടുള്ള കളി അതും ഭയങ്കര ടഫാണെന്ന് കളിച്ചിട്ട് തന്നെ കയറിയുള്ളൂ. പക്ഷെ ഭാഗ്യം എല്ലാം വേണമല്ലോ, അതെല്ലാവർക്കും വേണമെന്ന് കിട്ടണമെന്നൊന്നുമില്ല. പിന്നെ വെറുതെ ആയിട്ടുള്ള കളിയൊക്കെ അർജന്റീന ഈജിപ്റ്റ് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ലക്ക് എന്ന ഫാക്ടർ അർജന്റീനക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞത് ശരിക്കും നല്ല ടീമായിട്ട് അവർ കളിച്ചത് ഇന്നലെയാണ്. അവർ ശരിക്കും പെട്ടു. പിന്നെ മെസ്സി ഒന്നൊരു കളിക്കാർ അർജന്റീനക്ക് ഇല്ലാന്നുണ്ട്. അല്ല, മെസ്സി ഫോം ആകുമ്പോൾ ഇവര് ഗോൾ അടിക്കുന്നുണ്ട്, ഇവര് കളിക്കുന്നുണ്ട്. മെസ്സിനെ ഒതുക്കിയപ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കളിക്കാരനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അർജന്റീന നിന്നിരുന്നത്. അർജന്റീന ഗോൾ കീപ്പർ പെർഫോമൻസ് ഇല്ലെങ്കിൽ പക്ഷെ സ്പെയിന്റെ ഗോൾ കീപ്പർ ഒരു ഗോളാ വഴങ്ങിയിട്ടുള്ളൂ. അർജന്റീനയുടെ ഗോൾ കീപ്പർ പെർഫോമൻസിൽ ഇന്നലെ ഇല്ലായിരുന്നെങ്കിൽ ഒരു കൊട്ട നിറയെ ഗോൾ അർജന്റീനയ്ക്ക് കൊണ്ടുപോകണം, വീട്ടിലേക്ക് കൊണ്ടുപോകണം. അത്രയും നല്ല പെർഫോമൻസ് എല്ലാ കളിയിലും ഗോൾ കീപ്പറുടെ പെർഫോമൻസ്, 2 മിഡ്ഫീൽഡേഴ്സ്, അതുപോലെ മെസ്സി. അല്ല, അതുവരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ പോയി. പിന്നെ 10 പേരെ വെച്ച് കളിക്കുന്നുണ്ട്. അവസാനത്തെ 5 മിനിറ്റ് കളിച്ചു. അർജന്റീന പോലത്തെ ഒരു ടീം ആ സമയത്ത് 10 പേരെ വെച്ച് കളിച്ചു. പക്ഷെ പെർഫോമൻസ് വളരെ മോശമാണ്. അത് ഗംഭീരല്ലായിരുന്നു. 98 വേൾഡ് കപ്പിന് ശേഷം ഇതുവരെ കണ്ട വേൾഡ് കപ്പിൽ ഏറ്റവും മോശം വേൾഡ് കപ്പ്, ഏറ്റവും മോശം കളി അർജന്റീനയാണ്. നമ്മൾ പറയും ബ്രസീൽ ടീം, നമ്മൾ ബ്രസീൽ ഫാനാണ്, പോർച്ചുഗൽ ഫാനാണ്. ടീം പോയി നെയ്മർ എന്ത് കളി പണ്ട് കളിച്ചിരുന്നു. നെയ്മറിന് പരിക്കാണ്. റൊണാൾഡോ എന്താ, അവരൊക്കെ ലെജൻസ് ആണ്. മെസ്സി വയസ്സായി മാത്രല്ല പരിക്കും കാര്യങ്ങളും. റൊണാൾഡോ ഇപ്പൊ നിലയിലായി. റൊണാൾഡോ ടീം പണ്ട് റൊണാൾഡോയുടെ കളി എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബാഴ്സലോണയായിട്ടുള്ള കളി പണ്ട് ഞാൻ വളരെ റയർ ആയിട്ട് കളി കാണുന്ന പ്രീമിയർ ലീഗ് ഒക്കെ. അതിൽ അവരെ കോമ്പിനേഷൻ, മെസ്സി ആയിട്ടുള്ള കോമ്പിനേഷൻ, നെയ്മറൊക്കെ കളിച്ചു. അവരൊക്കെ ലെജൻസ് ആണ്. നമ്മൾ അങ്ങോട്ടും ട്രോള് ഫാൻ ബേസിൽ അങ്ങോട്ടും ട്രോള്. പക്ഷെ അവർ ലെജൻസ് ആണ്. സിദ്ധാനൊക്കെ ബ്രസീൽ ഒരു സമയത്ത് ടീം എന്താണ്. അപ്പൊ ഇന്നത്തെ കളിനെ കുറിച്ച് പറയും. ഇപ്പോൾ അർജന്റീനക്കാരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് നമ്മളും ബ്രസീൽ സമയത്ത് അവസാന വേൾഡ് കപ്പ് സ്പെയിനിൽ കിട്ടിയപ്പോ മെസ്സിക്ക് ആരാധകർ സപ്പോർട്ട്. മെസ്സി ലെജൻഡാണ്. പക്ഷെ
മെസ്സിയുടെ ആ വീടും മെസ്സിയുടെ സപ്പോർട്ടിംഗ് ആണ് ഏറ്റവും വലുത്. നോക്ക് അല്ല അത് ഓക്കെ മെസ്സി കാട്ടോ എല്ലാരും മെസ്സി കളിക്കുന്നത് കണ്ടിട്ട് കളി പിടിച്ച ആൾക്കാരൊക്കെയാണല്ലോ എമ്മാരൊക്കെ ഇങ്ങനെ വന്നുള്ളല്ലേ. എന്നുവെച്ചാ എന്നാലും മെസ്സി എടുത്തു കൊടുത്ത കുട്ടിയല്ലേ. പോർച്ചുഗൽ സ്പെയിനിൽ കളി വന്നപ്പോ പറയുന്നുണ്ട് പാസ്റ്റ് ഈ ന്യൂ പ്ലേയേഴ്സ് ഒക്കെയാണ് ഇവര്, പുതിയ ജനറേഷൻസ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിട്ട് എൻ്റെ പേഴ്സണൽ കാര്യം, ഇതിപ്പോ ഒരു അടുത്ത വർഷത്തോടെ യൂറോപ്യൻ കൺട്രീസ്, അമേരിക്കൻ കൺട്രികളിൽ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ ടീം കുറച്ച് കുറയും തോന്നി എനിക്ക്. യൂറോപ്യൻ കൺട്രീസ് അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസ് കുറച്ച് ടീം കയറും. ആഫ്രിക്കൻ കൺട്രീസ് ഇപ്പൊ തന്നെ ഈ വർഷം തന്നെ 11 ടീമായിട്ടുണ്ടാകും തോന്നുന്നു. ടീമുകളുടെ എണ്ണം കൂടും. പിന്നെ ഒരുപാട് കളിക്കാർ ഇനി അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ല. മെസ്സി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്ക് പറയാൻ പറ്റില്ല. നെയ്മർ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു. പിന്നെ റൊണാൾഡോ സാധ്യത കുറവാണ്, കാരണം 45 വയസ്സാവും. റൊണാൾഡോയുടെ മകൻ കളിക്കുന്നത്. വേൾഡ് കപ്പിൽ ഒരുപാട് ടീമുകൾ നന്നായി കളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ കളി, ഞാനൊക്കെ ശരിക്കും ആദ്യം ഫ്രാൻസിന് കിട്ടുന്ന വിചാരിച്ചതാ. പ്രഡിക്ഷനിൽ ഫ്രാൻസിന് നന്നായി കളിക്കണെന്ന്. അവസാനം ഇപ്പൊ എന്താന്നറിയില്ല, ഒരു ഇതായി. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത, പക്ഷെ ഫൈനലിൽ പിന്നെ അവസാനം നമ്മൾ വിചാരിച്ചു കിട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവുന്നു. പക്ഷെ ഇത് ഇന്നലത്തെ വിജയം സ്പെയിൻ അർഹിച്ച വിധിയാണ്. സ്പാനിഷ് പട ടിക്കിട്ടാക്ക, ഒരു ഗോളടിക്കാൻ കുറച്ച് ഇതുള്ള ടീമാണ്. നല്ല പാസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഒരു ഗോൾ അടിക്കാൻ ഒരു കുറച്ച് ഫ്രീ കിക്കായാലും കോർണറായാലും അടിക്കാനൊക്കെ പോലും. പക്ഷെ ഫിനിഷിങ് ആ കാര്യങ്ങളിലൊക്കെ, മറ്റുള്ള കാര്യങ്ങൾ ടിക്കിട്ടാക്ക ശൈലിയൊക്കെ ഒരു ഗംഭീരമായിട്ട് കളിക്കുന്ന ടീമാണ്. അപ്പൊ എന്തായാലും അടിപൊളി കളിയായിരുന്നു. പിന്നെ കളിക്കാരെ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒക്കെ. 2 ടീമുകാരെ കിട്ടുന്ന കുറെ പേരെ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് കളിക്കാർ, ഒരുപാട് ഗോൾ കീപ്പേഴ്സ്, ഇപ്പോൾ സ്കോപ്പ് വെറുതെ പോലത്തെ ടീമുകളൊക്കെ തിരിച്ചു വന്നൊരു കൊല്ലം കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, 2030 വേൾഡ് കപ്പിനാണ് നമ്മൾ കട്ട വെയിറ്റിംഗ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പേഴ്സണലി അങ്ങോട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കാം. അപ്പോൾ നാളെ